സിറ്റി ഡാം തുടരുന്നു. മലയാളി വിദ്യാർത്ഥികളിൽ ആശയവിനിമയത്തിനുള്ള കഴിവും പ്രായോഗിക ജ്ഞാനവും കുറവ് എന്ന് സർവേ ഫലങ്ങൾ. ഇൻഫോ പാർക്ക് നടത്തിയ ജോബ് ഫെയറിന്റെ ഫലങ്ങളിൽ നിന്നാണ് ഇത്തരമൊരു റിപ്പോർട്ട് ലഭിച്ചത്. വിദ്യാഭ്യാസ യോഗ്യതകൾ ധാരാളമുണ്ടെങ്കിലും പ്രായോഗിക പരിജ്ഞാനത്തിലും ആശയവിനിമയത്തിലുമുള്ള പരിമിതികൾ മലയാളി ഉദ്യോഗാർത്ഥികളെ പലപ്പോഴും പിന്നിലാക്കുന്നു. ഒരു മാർക്കറ്റ് സ്റ്റഡി അവർ നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിലെ കുട്ടികൾക്ക് ഡിഗ്രികൾ ആവശ്യത്തിലധികം ഉണ്ട്, പക്ഷേ റൈറ്റ് എമൗണ്ട് ഓഫ് സ്കിൽസ് ഇല്ല. ഇപ്പം ഒരു എംപ്ലോയബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ശരി, മൾട്ടിനാഷണൽ കമ്പനീസും ബാക്കി കമ്പനീസിലൊക്കെ നോക്കുന്നത് ആ ഒരു കറക്റ്റ് സ്കില്ലുണ്ടെങ്കിൽ അവരെ ജോലിക്ക് അവരെ പ്രിഫർ ചെയ്യും. അല്ലെങ്കിൽ അവർ സ്കില്ലില്ലെങ്കിൽ ജോലി കിട്ടാനും അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പാതയിൽ തന്നെ അതൊരു ഭയങ്കര പ്രശ്നമായി മാറും. ആദ്യമായിട്ട് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിനാൻസിലാണ്, അല്ലെങ്കിൽ പിന്നെ ഇൻഫോടെക്, പിന്നെ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, പിന്നെ ജോബ് സ്കിൽസ്, അങ്ങനത്തെ കോഴ്സുകളാണ്. അതെല്ലാം വൊക്കേഷണൽ ഓറിയന്റഡ് കോഴ്സുകളാണ്. അപ്പം നമുക്ക് ഇപ്പോൾ 10th കഴിഞ്ഞ ഒരു കുട്ടിക്കാണെങ്കിലും അല്ലെങ്കിൽ 12th കഴിഞ്ഞ കുട്ടിക്കാണെങ്കിലും തൊട്ട് ബാങ്ക് മാനേജേഴ്സ് ആ ലെവലിലുള്ള ആൾക്കാർക്ക് വേറെയുള്ള കോഴ്സുകളുണ്ട്. അപ്പം ഒരു ലോ ലെവൽ ഒരു കോഴ്സ് പാസ്സായി, ഇപ്പോൾ ഒരു 10th പാസ്സായ ഒരു കുട്ടിക്ക് തുടർന്ന് പഠിക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഒരു ബേസിക് അക്കൌണ്ടിംഗ് കോഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ തൊട്ട് ഇപ്പോൾ ഒരു ബാങ്കിന്റെ മാനേജറായിട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അവരുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വേറെയുള്ള സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് മുതലായുള്ള ഹൈ എൻഡ് കോഴ്സുകളുണ്ട്. അപ്പം ഇതിന്റെ ഒരു ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ ആവശ്യം എന്താണ്, അതേസമയം നമ്മുടെ ഔട്ട്പുട്ട്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് രണ്ടും തമ്മിലുള്ള ഭയങ്കര അന്തരമാണ്. അപ്പോൾ ആ ഒരു സ്കിൽ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് കൂടുതൽ. വിവരസാങ്കേതിക രംഗത്ത് തൊഴിലവസരങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലുള്ള പരിജ്ഞാനം നൽകുന്നതിനായി വിവിധ സ്ഥാപനങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് നിലവിലുണ്ട്. നമ്മുടെ മെയിൻ ഉദ്ദേശം പറഞ്ഞാൽ നാട്ടിൽ പഠിക്കുന്ന കോളേജിൽ പഠിച്ചിട്ട് വരുന്ന പിള്ളേർക്ക് ജോലി നാട്ടിൽ തന്നെ കിട്ടുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്മാർട്ട് സിറ്റി ഇപ്പം MOU വൺസ് അഗൈൻ അത് ഫോർമലൈസ്ഡ് ആയിട്ടുണ്ട്. 1,10,000 ജോലി ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം 90% ജോലി ITS നോട്ട്. അപ്പൊ നാട്ടിൽ ഉള്ള പിള്ളേര് നാട്ടിൽ തന്നെ ജോലി കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അതിനുവേണ്ടി വേണ്ട സ്കിൽസ് കോളേജ് പഠിപ്പിക്കുന്ന എല്ലാം നോളജ്, പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ സ്കിൽസ് ട്രെയിനിങ്. കമ്പനീസിലെ സ്റ്റുഡൻസിനെ കാൻഡിഡേറ്റ്സിനെ എടുത്ത് ട്രെയിൻ ചെയ്യാനുള്ള സമയമില്ല, പേഷ്യൻസ് ഇല്ല. അവർക്ക് വേണ്ടി ട്രെയിൻമെന്റ് പോലെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ അറിവ് നേടുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ അവ എങ്ങനെ ഉപയോഗിക്കണമെന്നും പഠിച്ച കാര്യങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്നും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഓരോ വിദ്യാർത്ഥിയും. സ്മിത, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സിറ്റി ഡാമിൽ ഒരിടവേള കൂടി.